ഹായ്, വെൽക്കം ടു റിബൽ ടോക്സ്. ബ്ലാസ്റ്റ് കണ്ടു. ബ്ലാസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ റിലീസായിട്ട് കുറേ ദിവസമായി, പക്ഷേ ഞാൻ കാണാൻ കുറച്ച് ലേറ്റായിപ്പോയി. അതുകൊണ്ട് തന്നെ ഇതൊരു റിവ്യൂ ആയിട്ട് കാണണ്ട. കണ്ടതിന് ശേഷം എനിക്ക് അഭിപ്രായം പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറയുന്നു. അത്രയേ ഉള്ളൂ. എല്ലാവരും കണ്ടിട്ട് ഒരുപാട് വലിയ അഭിപ്രായങ്ങൾ പറഞ്ഞു. വലിയ ആക്ഷൻ മൂവിയാണ്, ഭയങ്കര സംഭവമാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് സ്റ്റാറ്റസും സ്റ്റോറിയും ഒക്കെ ഇടുന്നത് കണ്ടു. ഇതുപോലെ റിവ്യൂസും കണ്ടു. അതൊക്കെ കണ്ടപ്പോൾ ഒന്ന് കാണണമെന്ന് തോന്നി, അങ്ങനെ പോയി കണ്ടു. അതുമല്ല, പിന്നെ ആക്ഷൻ കിങ്ങിനെ നമുക്ക് മുമ്പേ പരിചയമുള്ളതാണല്ലോ. മുതൽവനും ജെന്റിൽമാനും ഒക്കെ കണ്ട് വളർന്നതായതുകൊണ്ട് പുള്ളിക്കാരൻ്റെ ഒരു ഫാനാണെന്ന് വേണമെങ്കിൽ പറയാം. സോ ആ ഒരു പ്രതീക്ഷയിലും പിന്നെ ഈ റിവ്യൂ ഒക്കെ കേട്ടിട്ടുമൊക്കെ പോയി കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി. കണ്ടില്ലായിരുന്നെങ്കിൽ വലിയ നഷ്ടമായി പോനെ. കാരണം ഒരു ആക്ഷൻ സിനിമ എങ്ങനെ എടുത്ത് വയ്ക്കണം എന്നുള്ളതിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിളാണ് ബ്ലാസ്റ്റ്. ആക്ഷൻ കിങ് അർജുൻ്റെ ബ്ലാസ്റ്റ്. ആക്ഷൻ കിങ് എന്ന ആ ഒരു ടൈറ്റിലുണ്ടല്ലോ, ആ ഒരു ടൈറ്റിലുള്ള വ്യക്തിയെ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് ഇതിൽ ചെയ്തിട്ടുണ്ട്. ഇയാളെ പിന്നെ ഇങ്ങനെയല്ലാതെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അല്ലേ? എന്ത് മനോഹരമായിട്ടാണ് അതിനകത്ത് ഫൈറ്റ് സീക്വൻസ് ഒക്കെ ചെയ്തിരിക്കുന്നത്. ഫുള്ള് കരാട്ടെ ബേസ്ഡ് ആയിട്ടുള്ള ഫൈറ്റ് സീക്വൻസ്. എനിക്ക് പിന്നെ മാർഷൽ ആർട്സിനോട് പ്രത്യേക താല്പര്യമുള്ളതുകൊണ്ട് ഇത്തരം സിനിമകളൊക്കെ ഇഷ്ടമാണ്. RDX അതൊക്കെ വലിയ ഇഷ്ടമാണ്. സോ ഇത്തരത്തിലുള്ള ഫൈറ്റുകൾ കാണാൻ എനിക്ക് ഒരുപാട് താല്പര്യം കൂടുതലുണ്ട്. പിന്നെ നായികമാരുടെ ഫൈറ്റ് ഒന്നും പറയാനില്ല. ഗേൾസ് പവർ, കൈയടിച്ചേ പറ്റൂ. കിടും. എല്ലാം കൊണ്ടും മികച്ചൊരു സിനിമയാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ 23 മിനിറ്റാണ് സിനിമയുടെ ഒരു ദൈർഘ്യം. ആ ദൈർഘ്യത്തിനിടയ്ക്ക് ഒരു സെക്കൻഡ് പോലും നമുക്ക് ലാഗ് അടിക്കത്തില്ല. അത്രയ്ക്ക് നീറ്റായിട്ടാണ് സിനിമ എടുത്തു വച്ചിരിക്കുന്നത്. എല്ലാ രീതിയിലും നോക്കിയാലും പെർഫെക്റ്റാണ്. പിന്നെ ചില സ്ഥലങ്ങളിൽ കാണുമ്പോൾ എനിക്ക് ഒരു പുതിയ സിനിമ കാണുന്നതായിട്ടൊരു ഫീലല്ല. മേക്കിംഗ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പഴയ സിനിമ റിലീസ് ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും, ആ ഒരു രീതിയിലാണ്. ക്വാളിറ്റിയെ കുറ്റം പറഞ്ഞതല്ല, ആ ഒരു പാറ്റേൺ അങ്ങനെയാണ് അതിൻ്റെ. മേക്കിംഗ്, ക്യാമറ, എല്ലാ രീതിയിലും ആയാലും അങ്ങനെയാണ്. പിന്നെ രവി ബസൂറിൻ്റെ മ്യൂസിക്. കാട്ടാളം കണ്ടപ്പോൾ കുറേ ട്രോൾ ചെയ്തായിരുന്നു പുള്ളിക്കാരനെ, പക്ഷേ ഇതിനകത്തുള്ള മ്യൂസിക്കൊക്കെ നൈസായിട്ടുണ്ട്. കാട്ടാളം കണ്ടൻ്റെ ക്ഷീണം ഈ സിനിമ മാറ്റിയെന്ന് തന്നെ പറയാം. എല്ലാവരും ഇത് തന്നെ പറയുന്നത്, എനിക്കും അങ്ങനെ തന്നെ തോന്നിയത്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സോ ആക്ഷൻ സീക്വൻസ് ഒക്കെ വളരെ വളരെ പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെ പ്രധാനമായിട്ടും ഇതിനകത്ത് എടുത്ത് പറയാനുള്ള ആളെന്ന് പറഞ്ഞാൽ വില്ലൻ. മെയിൻ വില്ലനല്ല, മെയിൻ വില്ലൻ്റെ കൂടെയുള്ള വേറൊരു വില്ലൻ. നമ്മുടെ ടൊവിനെ പോലിരിക്കുന്നൊരു വില്ലനുണ്ട്. പുള്ളിക്കാരൻ എന്തോടെ ഇതിനകത്ത് കാണിക്കുന്നത്? ഒരു ഹോസ്പിറ്റൽ സീനുണ്ട്, കിളി പറന്നു പോകും കേട്ടോ. അത്രയും നേരം നൈസായിട്ട് ഒരു നോർമൽ ആളാണെന്നുള്ള രീതിയിൽ നിന്ന വില്ലൻ ആ ഹോസ്പിറ്റൽ സീനിൽ ഒരു ഹൈപ്പുണ്ട്. കിടു. വില്ലൻ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്, നായകന്മാരുടെ കട്ടക്ക് നിൽക്കുന്നവരാണല്ലോ വില്ലൻ. അങ്ങനെയാണെങ്കിലല്ലേ നമുക്ക് കാണാനൊരു ത്രില്ല് വരത്തുള്ളൂ. ഇത് നായകന്മാരുടെ കൂടെ കട്ടങ്ങിക്കുന്നില്ല, നായകനെ കറഞ്ഞ് നോക്കാൻ കെൽപ്പുള്ള വില്ലൻ. സത്യത്തിൽ ഈ നായികമാരൊക്കെ ഇത്രയും ഫൈറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരുടെ മുമ്പിൽ ആര് വന്നാലും അവരടിച്ച് തോൽപ്പിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് കാണുമ്പോൾ തന്നെ തോന്നും. എന്നാലും സെക്കൻഡ് ഹാഫിൽ ഈ വില്ലൻ അവരുടെ അടുത്തേക്ക് വരുമ്പോൾ നമുക്കൊന്ന് പേടി തോന്നും. കാരണം അത്രയ്ക്ക് ഹെവി ആയിട്ടുള്ള ആളാണ് നമ്മുടെ വില്ലൻ. ആ വില്ലനെ ഒരുവിധം ഒതുക്കിയതിന് ശേഷം പിന്നീട് കാണാൻ വലിയ താല്പര്യമൊന്നും എനിക്ക് തോന്നിയില്ല. കാരണം ഈ വില്ലനെ ഇവർക്ക് ഒതുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പിന്നെ മെയിൻ വില്ലനെ ഇവർക്ക് എന്തും ചെയ്യാൻ പറ്റും, അത്രയ്ക്കേ ഉള്ളൂ. മെയിൻ വില്ലന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല എന്ന് തോന്നിപ്പോയി. മെയിൻ വില്ലൻ ഈ വില്ലൻ്റെ മുമ്പിൽ സൈഡായി പോയിടേ. ഈ വില്ലൻ അയാളെ ഒന്നും അല്ലാതായി കളഞ്ഞു. ആ തരത്തിലാണ് നമ്മുടെ ഈ സെക്കൻഡ് വില്ലൻ ചെയ്തു വച്ചിരിക്കുന്നത്. സോ സിനിമ കാണാത്തവർ വേഗം തന്നെ തിയേറ്ററിൽ പോയി കണ്ടോ. തിയേറ്റർ എക്സ്പീരിയൻസ് മിസ്സാകണ്ട. അത്രയ്ക്ക് പെർഫെക്റ്റാണ് സിനിമ. പ്രത്യേകിച്ച് ആക്ഷൻ സീക്വൻസ്, സ്പീഡ് ആക്ഷൻസാണ്, കിടുവാണ്. സോ കാണാനുള്ളവരൊക്കെ പോയി കണ്ടോളുക. ബ്ലാസ്റ്റ് ബെസ്റ്റ് മൂവി, ബെസ്റ്റ് ആക്ഷൻ മൂവി എന്ന് തന്നെ പറയാം.